ഇന്ത്യ പോലെ ഇത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യം വേറെ ലോകത്തില്ല. ഇപ്പോൾ കാശ്മീരിൽ തന്നെ ഒരു നംകീൻ ചായ ഉണ്ട്. നംകീൻ ഉപ്പിട്ട ചായ. 8 സംസ്ഥാനങ്ങളിലായിട്ട് 53 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ബാക്കിയായ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി എന്തും സമർപ്പിച്ച് അവരെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്ന പഹൽഗാമികളെ കണ്ടു. പഹൽഗാമിൽ പെട്ടെന്ന് ഇങ്ങനെയൊന്ന് സംഭവിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഒരു വലിയൊരു ഞെട്ടലായിരുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന ഒരുപാട് മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ ഉപരിപഠനം നടത്തുന്നുണ്ട്. കേരളത്തിലെ കുറേയേറെ മാധ്യമങ്ങളുടെയും റിപ്പോർട്ടിങ് വേണ്ടത്ര ശരിയല്ല. കാണുകയും ആസ്വദിക്കുകയും ചെയ്യാൻ പറ്റുന്ന ലോകത്തെ ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കാശ്മീർ. അസ്സലാമു അലൈക്കും. ഇന്ന് കൂടെയുള്ളത് ഷൗക്കത്ത് നഈമി അൽ ബുഖാരി ഉസ്താദാണ്. ഒരുപാട് ആളുകളിലേക്ക് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരാളാണ് ഉസ്താദ്. ഉസ്താദിനെ മാദിൻ അപ്ഡേറ്റ്സിൽ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. മാദിൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അസ്സലാമു ഒരുപക്ഷെ ഉസ്താദിനെ പറ്റിയിട്ട് ആദ്യം പറയുമ്പോൾ തന്നെ പറയാനുള്ളത്, തെക്കൻ ജില്ലയിൽ കൊല്ലത്ത് നിന്നും മലബാറിലേക്ക് വന്ന് മലബാറുകാരനായ ഒരു ഉസ്താദ്. ശരിക്കും ബുഖാരിയിലേക്കുള്ളൊരു പഠന കാലഘട്ടം കൊല്ലത്ത് നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? ബുഖാരിയിലേക്ക് എത്തിപ്പെട്ടതും പിന്നീട് അങ്ങോട്ടുള്ള ഒരു... ഞാൻ 1993 SSLC പാസ്സാവുന്നത്. അന്ന് നമ്മുടെ കേരളത്തിലെ മതവിദ്യാഭ്യാസ രംഗം ദറസുകളായിരുന്നു അധികവും. അപ്പോൾ സ്കൂൾ പഠനം കഴിഞ്ഞാൽ മതമേഖലയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ ദറസുകളിലൂടെ അങ്ങനെ പഠിച്ചു പോകും. അതേസമയം ആ കാലഘട്ടത്തിലൊക്കെ സ്കൂൾ പഠനം നല്ല നിലയിൽ മാർക്ക് വാങ്ങി ജയിച്ചു കഴിഞ്ഞാൽ ഭൗതിക പഠനം കൂടി ഒന്നിച്ച് പഠിക്കണമെന്ന ആഗ്രഹം വിദ്യാർത്ഥികൾക്കും തോന്നിത്തുടങ്ങി, രക്ഷകർത്താക്കൾക്കും അങ്ങനെ തോന്നുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവിടെയാണ് മലബാർ മേഖലയിൽ 2-3 സ്ഥാപനങ്ങൾ SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 2 പഠനവും കൂടി ഒന്നിച്ച് കൊടുക്കുന്ന രൂപത്തിൽ ആരംഭിക്കുന്നത്. അന്ന് തെക്കൻ കേരളത്തിൽ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലൊന്ന് കൊണ്ടോട്ടി ബുഖാരി ദഅവ കോളേജാണ്. അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത ബന്ധുക്കൾ, മാമന്മാർ ചിലർ അറിഞ്ഞു. അവരത് എന്നെ അറിയിച്ചു. അങ്ങനെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തതാണ് ബുഖാരി ദഅവ കോളേജിൽ. അപ്പോൾ ആ ഒരു പഠനത്തിന് വേണ്ടിയിട്ടാണ് മലബാറിലേക്ക് അങ്ങനെ ആദ്യമായിട്ട് വരുന്നത്. അന്ന് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി മുതൽ പഠനം ഇവിടെ ആരംഭിച്ചു. PG വരെ കൊണ്ടോട്ടി ബുഖാരിയിലാണ് പഠിച്ചത്, ഒപ്പം മുത്തവലും. അതെ, എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഇപ്പോൾ 93 കാലഘട്ടങ്ങളിലാണ് SLC കഴിഞ്ഞ് പിന്നീട് ഉറുദു എന്നൊരു ഭാഷ ഒരു കൂടുതലായിട്ടും മലയാളികൾക്ക് പരിചിതമാവുന്ന കാലത്ത് തന്നെ ഉസ്താദ് ഉറുദുവിൽ പരിജ്ഞാനം നേടിയിട്ടുണ്ട്. ബുഖാരി കോളേജിലെ കോഴ്സിൽ വ്യത്യസ്ത ഭാഷകൾ പഠിപ്പിക്കുക എന്നുള്ളതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പഠനകാലത്ത് ഗ്രാമറും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്ന രൂപത്തിലുള്ളൊരു സംവിധാനം കോളേജിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉറുദു ഭാഷയുടെ ബേസിക്കൊക്കെ അവിടെ നിന്ന് പഠിച്ചിരുന്നു എന്നുള്ളതല്ലാതെ കൂടുതലായിട്ട് അതിലൊരു കമ്മ്യൂണിക്കേഷന് പറ്റുന്ന രൂപത്തിൽ അത്രക്കങ്ങോട്ട് എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റൊരു നാട്ടിൽ നിന്ന് ഒരു അന്യഭാഷ പഠിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പരിമിതികളൊക്കെ അതിനുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ ഉത്തരേന്ത്യയിലേക്ക് പഠനാർത്ഥം തന്നെ പോയതിന് ശേഷമാണ് ലാംഗ്വേജ് കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആക്കാനൊക്കെ പറ്റിയത്. ബുഖാരിയിലെത്തി PMK ഉസ്താദുമായിട്ടുള്ളൊരു ബന്ധത്തിന് ശേഷമാണ് ഞാൻ വായിച്ചിട്ടുണ്ട്, ശാന്തപുര ഉസ്താദിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് PMK ഉസ്താദാണ് മുറാദാബാദിൽ. ഞാൻ പഠിച്ച ബുഖാരി ദഅവ കോളേജിൽ PMK ഫൈസി ഉസ്താദ് അതിൻ്റെ ഭാരവാഹിയുമായിരുന്നു, ഒപ്പം നമുക്ക് ഉസ്താദുമായിരുന്നു. പല വിഷയങ്ങളും ഉസ്താദിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ ഉസ്താദിൻ്റെ മുന്നിലിരുന്നിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പഠനകാലം മുഴുവനും ഉസ്താദുമായി നല്ലൊരു ആത്മബന്ധം ആയിരുന്നു. പിന്നെ പഠനത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ബുഖാരിയിൽ ആദ്യ ബാച്ച് അതൊരു പുതിയ സംരംഭമായിരുന്നല്ലോ. അപ്പോൾ ആദ്യ ബാച്ച് 12 വിദ്യാർത്ഥികളെ കൊണ്ടാണ് ആരംഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപനത്തിൻ്റെ തുടക്ക സമയത്തുണ്ടാകുന്ന കുറേ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ കുറേ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും അതുപോലെ പ്രിയ സുഹൃത്ത് ഫാറൂഖ് നഈമി അൽ ബുഖാരി, ഞങ്ങൾ രണ്ടും ആദ്യ ബാച്ചിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കിയ ഞങ്ങൾ 2 ആളും തന്നെ ഉള്ളൂ.
ഞങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ, ഗ്രാജുവേഷൻ വരെയും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുമായിരുന്നു. രണ്ട് വിദ്യാർത്ഥികളെ ഗ്രാജുവേഷൻ വരെയും തുടർന്ന മറ്റു ചില വിദ്യാർത്ഥികൾ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പി ജിയിലേക്ക് കടക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേര് മാത്രമാവുകയും, പി ജിയിൽ രണ്ടുപേർക്ക് മാത്രമായിട്ട് ക്ലാസ് ബുദ്ധിമുട്ടാണല്ലോ. ഫാക്കൽറ്റി, പ്രത്യേകിച്ച് പി ജി ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ അതിലൊക്കെ ഫാക്കൽറ്റി മെമ്പേഴ്സ് വളരെ പെർ അവർ ചാർജിങ് ഒക്കെയാണ് അവർക്ക് ഉണ്ടാവല്. അപ്പോൾ രണ്ടുപേർക്ക് മാത്രമായിട്ട് അവർ വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബുഖാരിയിലെ ഉസ്താദുമാർ ഞങ്ങളോട് രണ്ടാളോടും പറഞ്ഞു, ഒരു വർഷം ഒന്ന് ബ്രേക്ക് ചെയ്താൽ അടുത്ത ബാച്ച് കൂടി പി ജിയിലേക്ക് എത്തും, അപ്പോൾ ഒന്നിച്ച് പി ജി ക്ലാസ് ആക്കാം. അപ്പോൾ ഈ ഒരു വർഷം എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യചിഹ്നം ഉണ്ടായി. അങ്ങനെ ഞാനും ഫാറൂഖ് നഈമി ബുഖാരി ഉസ്താദും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ആലോചിച്ചൊരു കാര്യം ഉത്തരേന്ത്യയിലേക്ക് നീങ്ങാം എന്നതിനെക്കുറിച്ചാണ്. PMK ഫൈസി ഉസ്താദിൻ്റെയും സജഷൻ അതായിരുന്നു. അതുപോലെ നമ്മുടെ പ്രിൻസിപ്പാൾ തെന്നല അബു ഹനീഫുൽ ഫൈസി ഉസ്താദ് അവറുകളും ആ രീതിയിലുള്ള ഒരു കാര്യത്തിനാണ് നിർദ്ദേശം നൽകിയത്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വന്നിരായ PMK ഫൈസി ഉസ്താദാണ് അന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ള പരിചയമുള്ള ഷാഹുൽ ഹമീദ് ബാക്കവി ഉസ്താദിനെ പരിചയപ്പെടുത്തുന്നത്. ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതുപോലെ 2 വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് ഉത്തരേന്ത്യയിൽ ഒരു വർഷം നന്നായി ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് പറഞ്ഞു തരണം എന്ന്. അപ്പോൾ ശാന്തൂർ ഉസ്താദാണ് പറഞ്ഞത്, ഇതുപോലെ UP മുറാദാബാദ് ജാമിയ നഈമിയ അവിടെയാണ് നല്ലത്. കാരണം അവിടെ മറ്റു മലയാളികളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഒരു വർഷം കൊണ്ട് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആക്കാനും കൂടിയാണ് ഉദ്ദേശമെങ്കിൽ മലയാളി സാന്നിധ്യം ഇല്ലാത്ത ക്യാമ്പസ് ആയിരിക്കും നല്ലത് എന്ന നിലയിലാണ് അത് സജസ്റ്റ് ചെയ്തത്. ആ സജഷൻ നല്ല സജഷനായി. ഞങ്ങൾ രണ്ടാളും അവിടെ എത്തിയപ്പോൾ പിന്നെ മംഗലാപുരം ഭാഗത്തുനിന്ന് ആ വർഷം ചില മലയാളം സ്പീക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ മലയാളികളുടെ ഒരു ആധിക്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വർഷം കൊണ്ട് തന്നെ ലാംഗ്വേജ് കുറേ ഏറെ മെച്ചപ്പെടുത്താൻ പറ്റി. അങ്ങനെയാണ് PMK ഉസ്താദ് ശാന്തപുര ഉസ്താദിലൂടെ അവിടേക്ക് എത്തുന്നത്. PMK ഉസ്താദിനെയും ശാന്തപുര ഉസ്താദിനെയും പറ്റി പറഞ്ഞു. മറ്റു ഉസ്താദിൻ്റെ ഉസ്താദുമാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബുഖാരി ദാവ കോളേജിൽ പ്രധാനമായും പ്രിൻസിപ്പൾ തെന്നല അബു ഹനീഫ് ഫൈസി ഉസ്താദ് അവറുകളാണ്. അതിനു പുറമേ ഞങ്ങൾക്ക് ഉസ്താദുമാർ ഒരുപാട്, പറഞ്ഞതുപോലെ എല്ലാവരുടെയും പേരെടുത്ത് പറയല്. മുതിർന്ന ക്ലാസ്സുകളിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും തരുവറ അഹമ്മദ് മുസ്ലിയാർ, അതുപോലെ CA അബ്ദുറഹ്മാൻ മുസ്ലിയാർ മുതുവല്ലൂർ, അതുപോലെ PH അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദ്, ഹംസ അഹ്സനി ഉസ്താദ് തെന്നല, അങ്ങനെ അതുപോലെ സെയ്ദലവി ഉസ്താദ് കുമ്മണിപ്പറമ്പ്, അങ്ങനെയുള്ള പ്രധാന ഹൈ ക്ലാസ്സിലെത്തിയപ്പോഴേക്ക് ഇവരൊക്കെ ആയിരുന്നു പ്രധാന ഉസ്താദുമാരായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫറോക്കിലെ ഖാലിദ് അഹ്സനി ഉസ്താദ്, അങ്ങനെ ഇനിയും എണ്ണം ഒരുപാടുണ്ട്. PMK ഉസ്താദ് തുടങ്ങി വെച്ച അൽ-ഇർഫാദ് മാസിക, എനിക്ക് തോന്നുന്നു ആ ഒരു മാഗസിൻ്റെ എഡിറ്ററായിട്ട് ഉസ്താദ് വർക്ക് ചെയ്യുന്ന സമയത്താണ് കാശ്മീരിലേക്കുള്ളൊരു യാത്ര എന്നുള്ളതൊക്കെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് ആദ്യ കാശ്മീർ യാത്രേനെ പറ്റിയിട്ട്? എൻ്റെ ഏറ്റവും ആദ്യത്തെ കാശ്മീർ യാത്ര 2001 അത് ജാമിയ നഈമിയയിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ കാശ്മീരികളായ സുഹൃത്തുക്കളോടുകൂടെ ഉള്ളൊരു യാത്രയായിരുന്നു. കാശ്മീരികളായ അന്നത്തെ എൻ്റെ ക്ലാസ്മേറ്റ്സിനോട് ഞാൻ നല്ല ബന്ധമായിരുന്നു. അപ്പം ഒരിടവേളയിൽ ഒരു 10 ദിവസത്തെ ഒരു അവധി ഉണ്ടായ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, സർഫറാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഇങ്ങനെ നാട്ടിലേക്ക് ആ ലീവിൽ പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അന്ന് കാശ്മീർ കാണുക എന്നത് ഒരു എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമാണ്. പക്ഷേ എങ്കിലും 2001 ആരും അങ്ങോട്ടേക്ക് അങ്ങനെ പോകുന്ന ഒരു സ്ഥിതിയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ഒരു കാശ്മീർ ടൂറിസം എന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സമയമാണ്. എങ്കിലും അതിൻ്റെ മനോഹാരിതയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഏതായാലും സർഫറാസ് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെയും കൂടി കൂട്ട്, ഞാനും വരാം, ഏതായാലും കോളേജ് ലീവാണല്ലോ. അപ്പോൾ അദ്ദേഹം ആദ്യമൊന്നും മടിച്ചു, കാരണം അന്നത്തെ അവിടുത്തെ സാഹചര്യങ്ങൾ അത്രയും സംഘർഷഭരിതമായിരുന്നു. എനിക്കെന്തോ ഒരു ധൈര്യം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നിർബന്ധിച്ചു, സാരമില്ല, നിങ്ങളേതായാലും പോകുന്നുണ്ടല്ലോ, നിങ്ങളെപ്പോലെ നിങ്ങളുടെ ബാക്കിയുള്ളവരൊക്കെ അവിടെ ജീവിക്കുന്നില്ലേ, അപ്പോൾ ഞാൻ പോവാം ഏതായാലും എന്ന നിലയ്ക്ക് നിർബന്ധം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കൂട്ടി. അങ്ങനെ ആണ് ഞാൻ ആദ്യമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് യാത്ര ചെയ്യുന്നത്. ആ ഒരു യാത്ര തന്നെ ഒരു വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന അനുഭവം നേടിയിട്ടാണ് തിരിച്ചു വന്നത്.
അപ്പോൾ ആ പോക്ക് ഈ സർഫറാസ് അന്ന് കാശ്മീരിലേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ അനിയനും അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനും രണ്ടുപേരും അന്ന് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവർ ഡൽഹി എയർപോർട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സർഫറാസ് കൂടി എയർപോർട്ടിലെത്തിയിട്ട് അവരെ കൂട്ടി ഒന്നിച്ച് കാശ്മീരിലേക്ക് പോകാനാണ് സർഫറാസ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ഒന്നിച്ച് പോകാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡൽഹി എയർപോർട്ടിലെത്തി. ഇവർ വന്നു, ഇവരെ കൂട്ടിയിട്ട് അന്ന് ട്രെയിനിലാണ് രാത്രി ഡൽഹിയിൽ നിന്ന് ജമ്മുവിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ജമ്മുവിൽ ട്രെയിൻ എത്തുന്നത് രാവിലെ ഒരു 7-8 മണി സമയത്താണ്. പക്ഷേ ഈ ജമ്മുവിൽ നിന്ന് അന്ന് പൂഞ്ച് എന്ന ബോർഡർ ഏരിയയിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. സർഫറാസിൻ്റെയൊക്കെ വീട് അവിടെയാണ്. പക്ഷേ ജമ്മുവിൽ നിന്ന് അതിരാവിലെ മാത്രമേ പൂഞ്ചിലേക്ക് വണ്ടി അന്ന് പോവുള്ളൂ. 7 മണിക്കൊന്നും എത്തിയാൽ പിന്നെ വണ്ടി ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളന്ന് അവിടെ ബസ് സ്റ്റാൻഡിൽ തന്നെ അവിടെ റൂം എടുത്തു, താമസിച്ചു. പിറ്റേന്ന് അതിരാവിലെയുള്ള ഫസ്റ്റ് വണ്ടിയിൽ ഞങ്ങൾ പൂഞ്ചിലേക്ക് പുറപ്പെട്ടു. ബസ്സാണ്, 2 സീറ്റ് വീതം ഉള്ള ബസ്. സർഫറാസും ജ്യേഷ്ഠനും കൂടി ഒരു റോയിലിരുന്നു. ഞാനും അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരനും കൂടി ഒരു റോയിലിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം 7-8 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് പൂഞ്ച് എന്ന് പറയുന്ന പ്രദേശത്ത് ജമ്മുവിൽ നിന്നും പൂഞ്ചിലേക്ക് പോകുന്നത്. അത്രയും മണിക്കൂർ ഞങ്ങൾ ഒന്നിച്ച് ഇരുന്ന് യാത്ര ചെയ്ത ഒരു പരിചയം. പിന്നെ ഞാനൊക്കെ അന്ന് ഉറുദു ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ വേറെ ആരും മലയാളികളില്ലാതെ ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെ സംസാരിച്ച് പൂഞ്ചിലെ സുരങ്കോട്ട് എന്ന് പറയുന്ന സ്ഥലം വരെ എത്തി. അങ്ങനെ അവിടെ എത്തിയിട്ട് സുഹൃത്ത് എന്നോട് പറഞ്ഞു, പിന്നെ ഇനി ഞങ്ങൾക്ക് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് ഇറങ്ങിയിട്ട് മലയുടെ മുകളിലേക്കാണ് പോകേണ്ടത്. ഞങ്ങളുടെ വീട് മലയുടെ മുകളിലാണ്. അപ്പോൾ അത് നിങ്ങൾക്കത്ര എളുപ്പമല്ല കയറൽ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, സുരങ്കോട്ട് ടൗണിൽ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയപ്പോൾ അതിൻ്റെ പരിസരത്ത് തന്നെ ഒരു സ്ഥാപനമുണ്ട്, നിങ്ങളെ ഞാൻ അവിടെ ആക്കാം, നിങ്ങളവിടെ താമസിക്കുക. ഞാൻ ഇന്ന് പോയിട്ട് നാളെ വന്ന് പകൽ സമയത്ത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം. കാരണം ഇത് ഈവനിങ് ആയിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ. അന്ന് അവിടെ അത്രയും കലാപം, അന്തരീക്ഷം ശരിയല്ലാത്തത് കൊണ്ട് 4 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തങ്ങനെ ആളുകൾ കാണാൻ പാടില്ല എന്നൊക്കെയുള്ള കർശന കർഫ്യൂ നിർദ്ദേശങ്ങളൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് ഈ 4 മണിക്ക് മുന്നേ അവർക്ക് വീട്ടിലെത്തണം, എന്നെയും കൂടി കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് അവരെന്നെ അവിടെ താമസിപ്പിച്ചത്. പിറ്റേന്ന് വരും എന്ന പ്രതീക്ഷയിൽ ഞാനവിടെ ഓക്കെ പറഞ്ഞു, അവിടെ താമസിച്ചു. പക്ഷേ അതൊരു വല്ലാത്ത സംഭവമായി മാറി. പിറ്റേന്നും ആളെത്തിയില്ല. 2-ാം ദിവസം 3-ാം ദിവസം ഒക്കെ കഴിഞ്ഞു, 10 ദിവസങ്ങളോളം കഴിഞ്ഞു, ആളെത്തുന്നില്ല. അന്ന് പിന്നെ ഇതുപോലെ ഫോൺ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഉള്ള സ്ഥാപനത്തിൽ സേഫാണ്, അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് അപ്പോൾ നല്ല പരിചയവും ബന്ധമൊക്കെ ആയി. എങ്കിലും ഇതെന്താ ആൾ വരാത്തതെന്നുള്ള ആശങ്ക വല്ലാതെ അങ്ങനെ അലട്ടുന്നുണ്ട്. ഇവർക്കും മലയുടെ മുകളിൽ പോയിട്ട് തരാനുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കൂടെ അന്ന് യാത്ര ചെയ്തിരുന്ന സർഫറാസിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹം വരുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എന്നോടൊപ്പം ഒന്നിച്ച് സീറ്റിലിരുന്ന് അതുവരെയും യാത്ര ചെയ്തു പോയ സൗദിയിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ മല കയറി വീട്ടിലെത്തി, സാധനമൊക്കെ വീട്ടിൽ വെച്ചു. എന്നിട്ട് തൊട്ടടുത്ത കുടുംബക്കാരുടെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. ഇതൊരു അപ്രതീക്ഷിതമായ, അവർക്ക് തന്നെ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളൊരു സംഭവമാണല്ലോ. എനിക്ക് തന്നെ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം 7-8 മണിക്കൂർ ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്ത് വന്നതല്ലേ. അപ്പോൾ അതാണ് അവർ 10 ദിവസത്തോളം വരാതായത്. പിന്നെ വന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എന്നോട് ചോദിച്ചു, ഇനി നിങ്ങൾ അങ്ങോട്ട് വരണോ, ഇവിടുന്ന് തന്നെ സർഫറാസ് വരും, മടങ്ങാനാവുമ്പോൾ പോയാൽ പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പോരാ, എനിക്ക് എന്തായാലും അവിടെ വരണം, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഖബറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ എന്നെയും കൊണ്ട് പോയി നോക്കുമ്പോൾ ഏകദേശം 1.5 മണിക്കൂറോളം മല കയറിയിട്ടാണ് മുകളിൽ വീട്ടിലെത്തുന്നത്, സർഫറാസിൻ്റെ വീട്ടിൽ. അപ്പോൾ അസ്മത്ത് ഹുസൈൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ മരണപ്പെട്ട ആളിൻ്റെ പേര്. അവിടെ പോയി ഞാൻ ദുആയൊക്കെ ചെയ്തു. ശേഷം സർഫറാസിൻ്റെ വീട്ടിലും പരിസരത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അതേ ദിവസം പരിസരത്ത് നിന്ന് വെടിയൊച്ച കേൾക്കുന്നുണ്ട്. അന്നൊക്കെ അവിടെ നല്ല ഈ ഭീകരവാദ
പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലമാണ് 2001. അന്നത്തെ കാലത്ത് കാശ്മീരിൽ ഈ മലകളിലൊക്കെ ഇങ്ങനത്തെ വെടികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് ഇവർ പറഞ്ഞു, ഈ വെടിവെച്ച കേട്ടപ്പോൾ അവർക്കൊരു ആശങ്കയായി. സംഗതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ സർഫറാസിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ 2 മിലിറ്റൻസ് കയറി കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിവരം അറിഞ്ഞിട്ട് ആർമി ആ വീട് വളഞ്ഞിട്ട് ഫയർ ചെയ്യാണ്. അപ്പോൾ അത് തൊട്ടടുത്തിരുന്ന വീട്ടിൽ നമ്മളിത് കേൾക്കുന്നുണ്ട്. അവസാനം കുറേ നേരത്തെ ഫയറിങ്ങിനൊക്കെ ശേഷം ഈ വീട് എന്ന് പറഞ്ഞാൽ തടികൾ നിരത്തിയിട്ട് മുകളിൽ മണ്ണിട്ട് സെറ്റ് ചെയ്യുന്ന വീടാണ്. അപ്പോൾ ആർമി വെടിവെക്കുമ്പോൾ ഇവർ മരിച്ചിട്ടില്ല, ഉള്ളിലേക്ക് കൂടുതൽ ഒളിക്കുകയാണെങ്കിൽ പിന്നെ അവർ ചെയ്യുന്നത് വീടിന് മുകൾ ഭാഗത്ത് സുഷിരം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഗ്യാസ് നിറയ്ക്കും. ഈ മലമ്പ്രദേശം ആയതുകൊണ്ട് ഈ വീടിൻ്റെ മുകൾ ഭാഗത്ത് മലയിൽ കയറി നിന്നാൽ താഴേക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ സുഷിരം ഉണ്ടാക്കി ഗ്യാസ് നിറച്ച് കഴിയുമ്പോൾ ഇവർ ശ്വാസം മുട്ടിയിട്ട് പുറത്തിയാടും, അന്നേരം ഫയർ ചെയ്യും. അങ്ങനെയാണ് അന്ന് അവിടുത്തെ 2 പേരെയും ആർമി വധിക്കുന്നത്. അതിനുശേഷം പിന്നെ എന്നോട് വീട്ടുകാർ പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. കാരണം ഈ ആർമി ഇങ്ങനെ ഒരു മിലിറ്റൻറ്റ് സാന്നിധ്യം ഉണ്ടായി ഒരു വെടിവെപ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ പരിസര വീടുകളൊക്കെ സെർച്ച് ചെയ്യും. അപ്പോൾ അപരിചിതരായിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടാൽ ചിലപ്പോൾ ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അവിടെ നിൽക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞിട്ട് എന്നെയും വേറൊരു സുഹൃത്തിനെയും കൂടെ കൂട്ടിയിട്ട് നേരെ മല ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അയച്ചു. അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന ഒരു അനുഭവം എൻ്റെ ഫസ്റ്റ് യാത്രയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എനിവേ അന്നത്തെ ആ യാത്രയൊക്കെ കഴിഞ്ഞു തിരിച്ച് മുറാദാബാദിലേക്ക് എത്തി. അപ്പോൾ ആദ്യത്തെ കാശ്മീർ ട്രിപ്പ് അങ്ങനത്തെ ഒരു അനുഭവം. പിന്നീട് കാശ്മീരെ ബേസാക്കിയിട്ട് ഇങ്ങനൊരു പ്രവർത്തനം, ഇപ്പോൾ ഉസ്താദിൻ്റെ ദീനി ദഅവത്ത് പ്രവർത്തനങ്ങളൊക്കെ കാശ്മീർ ബേസാണ് കൂടുതൽ നടക്കുന്നത്. ആ ഒരു തീരുമാനത്തിലേക്ക് വന്നത് പിന്നീട് എപ്പോഴായിരുന്നു? കൊണ്ടോട്ടി ബുഖാരിയിലെ പഠനം കഴിഞ്ഞതിന് ശേഷം PMK ഫൈസി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന മാസികയാണല്ലോ അൽ ഇർഫാദ്. അപ്പോൾ ഉസ്താദ് എന്നെ അതിൽ എഡിറ്ററായിട്ട് നിയമിച്ചിരുന്നു. ഞാൻ കൊണ്ടോട്ടി പഠിച്ച കോളേജിൽ തന്നെ കുറച്ച് ക്ലാസ്സും അത് കഴിഞ്ഞിട്ട് മാഗസിൻ്റെ മായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഓഫീസിലൊക്കെ ആയിട്ടായിരുന്നു അന്ന് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2005 ലാസ്റ്റിലാണ് നേരത്തെ പറഞ്ഞ അതേ സർഫറാസ്, അദ്ദേഹവും കോഴ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് കാശ്മീരിലെത്തി അവിടെ സേവനം ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടിട്ട് കാശ്മീരിലൊരു കോൺഫറൻസ് ഉണ്ട്, അതിൽ നിങ്ങൾ മുഖ്യാതിഥിയായി വരണം എന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെടുന്നത്. സത്യത്തിൽ 2001 ആ കോഴ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നതിന് ശേഷം അങ്ങനൊരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് എൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ആദ്യം ഒഴിഞ്ഞു പറഞ്ഞെങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം പോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 2005 ലാസ്റ്റിൽ ആ ഒരു കോൺഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരിലേക്ക് പോകുന്നത്. അന്ന് പക്ഷേ കുറേയും കൂടി ഗ്രാമങ്ങളിൽ എനിക്ക് ഇടപെടാനുള്ളൊരു അവസരം കിട്ടി, ഗ്രാമങ്ങളെ അടുത്ത് മനസ്സിലാക്കാനുള്ള. അപ്പോൾ പൂഞ്ച് ബോർഡർ പ്രദേശമായ ലോറൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അന്ന് ആ കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ അതിൽ എത്തി പ്രസംഗമൊക്കെ കഴിഞ്ഞു. അന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചിരുന്ന വീട്, ആ വീട്ടിലിരിക്കുമ്പോൾ അവിടുത്തെ കുട്ടികൾ അടുത്ത് വന്ന സമയത്ത് ആ കുട്ടികളുടെയൊക്കെ കഴിവ്, നല്ല ബ്രില്യൻ്റ് മക്കൾ. അപ്പോൾ അവരിലെ ബഹുഭൂരിപക്ഷവും കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് മനസ്സിലായി. കാരണം വിദ്യാഭ്യാസത്തിന് യോജിച്ച രൂപത്തിലുള്ള സംവിധാനങ്ങൾ അവർക്കില്ല, വേണ്ടത്ര ഫാക്കൽറ്റി ഇല്ല, അങ്ങനെ അവർക്കൊരു ഗൈഡൻസ് എവിടെ നിന്നും കിട്ടുന്നില്ല. ഇത് മനസ്സിലാക്കിയപ്പോൾ ഈ സുഹൃത്തു കൂടി എന്നോട് അപേക്ഷിച്ചു, കേരളത്തിലൊക്കെ ഉള്ള രൂപത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ ഈ മക്കൾക്കും കൂടി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഒന്ന് ചെയ്തുകൂടെ, പ്രവർത്തിച്ചുകൂടെ എന്ന്. ശരിക്കും ആ ഒരു ചോദ്യവും ആ കുട്ടികളുടെ ആ കഴിവുകൾ കണ്ടതും ഒക്കെ കൂടി സത്യത്തിൽ നമ്മളെ മനസ്സിനെ വല്ലാതെ ഒന്ന് പിടിച്ചുലച്ചു. നമുക്കും തോന്നി, നമ്മളിങ്ങനെ ജീവിക്കുന്നു, കേരളത്തിലൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, ഇവിടങ്ങളിലൊക്കെ ഒന്ന് വർക്ക് ചെയ്താൽ ഈ മക്കളെയൊക്കെ ഏതെങ്കിലും രൂപത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയാൽ അതൊരു വലിയ സന്തോഷമല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ആ റിക്വസ്റ്റ് കൂടി ആയപ്പോൾ പിന്നെ അങ്ങനൊരു തീരുമാനം, അതൊരു കടുത്ത തീരുമാനമാണ്, അത്ര എളുപ്പമുള്ളതല്ല എന്നുറപ്പാണ്. കാരണം സംഘർഷഭരിതമായൊരു നാട്, കേരളത്തിൽ നിന്ന് ഇത്ര ദൂരം,
ഒരുപാട് സാമ്പത്തികം ആവശ്യമുള്ള പദ്ധതി. സംഗതി അങ്ങനെയൊക്കെ ആയിരിക്കെ എന്തോ ഒരു ധൈര്യം വന്നു. ഇതൊരു നന്മയാണ് എന്ന് ഉറപ്പുള്ളിടത്തോളം ഇതിന് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് കൽബിൽ അങ്ങോട്ട് തോന്നി. അതിൽ ആണ് ആദ്യമായിട്ട് പൂഞ്ച് സിറ്റിയിൽ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത്. സ്ഥാപനത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ എന്തായാലും ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ സംഘർഷഭരിതമായിട്ടുള്ളൊരു ഭൂമി, അവിടെ ഇത്തരം ഒരു സ്ഥാപനം തുടങ്ങുക, അപ്പം പ്രധാനമായിട്ട് നേരിട്ട വെല്ലുവിളികൾ എന്തായിരിക്കും? വെല്ലുവിളികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വ്യത്യസ്ത രൂപത്തിലുള്ള നിരവധി വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. ഏത് പറയണം എന്നത് തന്നെ കൺഫ്യൂസ്ഡായിട്ടാണ് ഇപ്പോൾ ഞാനുള്ളത്. അവിടെ ആദ്യമായി നമ്മൾ തുടങ്ങുന്ന സ്ഥാപനം സീറോയിൽ നിന്ന് നമ്മൾ തുടങ്ങിയതല്ല. അവിടെ റസാ ഉൽ-ഉലൂം എന്ന പേരിലൊരു സ്കൂള് ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അന്ന് ഒരു 130 വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന ചെറിയ ഒരു സൗകര്യമുള്ള ഒരു സ്ഥാപനമായിരുന്നു അത്. ഈ സർഫറാസും അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട പലരും ഒക്കെ ചേർന്നിട്ട് ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റുമായി എന്നെ ബന്ധപ്പെടുത്തിയിട്ട് അവരത് ജസ്റ്റ് റൺ ചെയ്യുന്നു എന്നേ ഉള്ളൂ. കാര്യമായ ഒരു അക്കാഡമിക് ക്വാളിറ്റിയോ അതിനുള്ള ഒരു കപ്പാസിറ്റിയോ ഒന്നും അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്നെ ഏൽപ്പിച്ച് തരികയാണ് ആദ്യമായിട്ട് ചെയ്തത്. അത് ഏറ്റെടുത്തതിന് ശേഷം പിന്നെ ഏറ്റവും ആദ്യം ആ ഒരു ഇൻഫ്രയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാനില്ല. കുറഞ്ഞ റൂമുകളേ ഉള്ളൂ. കൺസ്ട്രക്ഷൻ നടക്കണം, അതിന് നല്ല സാമ്പത്തികം ആവശ്യമാണ്. പിന്നെ അതിന് പുറമെ ഞാനൊരാൾ മാത്രമായിട്ട് അവിടെ സേവനം ചെയ്താൽ എവിടെ എത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ കൂടെ അവിടെ വന്ന് സേവനം ചെയ്യാനുള്ള ആളുകൾ അതൊരു പ്രധാന സംഗതിയാണ്. അപ്പോൾ അതിനുള്ള ആളെ കണ്ടെത്തണം. കണ്ടെത്തിയാൽ പോലും അവരെയും അവരുടെ വീട്ടുകാരെയും കൺവിൻസ് ചെയ്യണം, എന്നിട്ട് അവിടെ എത്തിക്കണം. അവർക്ക് അങ്ങനെ കൊണ്ടുപോകുന്ന ടീമിന് തന്നെ മാസം ആകുമ്പോൾ ശമ്പളം കൊടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഫണ്ട്, മാൻ പവർ, ഇതൊക്കെ വെല്ലുവിളികൾ തന്നെയായിരുന്നു. അതിനോടൊപ്പം തന്നെ അവിടുത്തെ പരിസ്ഥിതിയോട് ഇണങ്ങി വരാൻ കുറച്ച് സമയമെടുത്തതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, കാലാവസ്ഥ, മൈനസിലേക്ക് പോകുന്ന കാലാവസ്ഥ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ എന്തോ അള്ളാഹുവിൻ്റെ ഒരു സഹായം സമയാസമയത്ത് കിട്ടി. ഒരു ആത്മധൈര്യം നമുക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ ആ ഘട്ടങ്ങളിൽ നിന്നൊക്കെ മാറി. ഇന്നും വെല്ലുവിളികളുണ്ട്, പക്ഷേ വേറെ രീതിയിലുള്ള വെല്ലുവിളികളാണ്. കാശ്മീർ മാത്രമല്ലാതെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്ഥലങ്ങളിൽ പല ആവശ്യങ്ങൾക്ക് പല രീതിയിൽ യാത്ര ചെയ്യുന്ന ആളാണ് ഉസ്താദ്. അപ്പം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരിക്കും ഒരുപാട്, എനിക്ക് തോന്നുന്നു കൂടുതലും ഉസ്താദിൻ്റെ യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. അപ്പം അത്തരം നാടുകളിൽ പോകുമ്പം അവിടെയുള്ള ആളുകളുടെ സംസ്കാരം, മറ്റു വൈവിധ്യങ്ങളൊക്കെ ഉസ്താദ് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെയാണ്? ഓരോ നാടുകളിലുള്ളൊരു വൈവിധ്യം, നമുക്കറിയാം എല്ലാം വൈവിധ്യമാണ്. എന്നിരുന്നാൽ പോലും ഉസ്താദ് നോട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും ഓരോ നാടുകളിൽ പോകുമ്പോൾ. ഇന്ത്യ പോലെ ഇത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യം വേറെ ലോകത്തില്ല. പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഇത്രയും വളരെ ഏറിയ രൂപത്തിലുള്ള വൈജാത്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇതൊരൊറ്റ രാജ്യമായി നിലനിൽക്കുന്നത് അതൊരു അത്ഭുതം തന്നെയാണ്. ഭാഷയാണെങ്കിലും സംസ്കാരമാണെങ്കിലും മതമാണെങ്കിലും, മതം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിനും അപ്പുറം ചില സംസ്ഥാനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഒരൊറ്റ മതം ഒന്നുമല്ല, ഓരോ പ്രദേശങ്ങൾ തിരിച്ചിട്ട് വ്യത്യസ്തങ്ങളായ വിശ്വാസവും ആചാരവും ഒക്കെ നിലനിൽക്കുന്ന ജനങ്ങളാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. അപ്പോൾ ആ വൈവിധ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു അത്ഭുതമാണ്. പക്ഷേ ഇവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു നാഷണൽ ലെവൽ വർക്ക് എന്നതും നമ്മൾക്ക് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇന്ത്യൻ ദേശീയത, ഒരു ഇന്ത്യക്കാരൻ എന്ന ഒരു ബോധം അധിക ഭാഗങ്ങളിലെയും ജനങ്ങളിൽ അതുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇന്ത്യയിലല്ലാതെ ഏതൊരു രാജ്യത്താണ് ഇത്രയധികം ഏരിയകളിൽ പ്രത്യേകമായ പാസ്പോർട്ടോ അല്ലെങ്കിൽ വിസയോ അങ്ങനത്തെ രേഖകളൊന്നും ആവശ്യമില്ലാത്ത വിധം ഇത്ര വലിയൊരു ഭൂപ്രദേശത്ത് ഇങ്ങനെ ആ രാജ്യത്തിൻ്റെ പൗരനാണ് ഞാൻ എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ചെന്നെത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു അത്ഭുതമാണ്. ഇപ്പോൾ മണിപ്പൂർ, ത്രിപുര അതുപോലെയുള്ള ഏരിയകളിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും ഒക്കെ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ്.
പക്ഷേ ഞാനും അവരും എല്ലാം ഇന്ത്യക്കാരനാണ്, ഈ രാജ്യക്കാരനാണ് ഞാനും എന്ന് അവിടെ നിന്നുണ്ടാകുന്ന ഒരു ഫീലിംഗ് സത്യത്തിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗാണ്. അപ്പോൾ അങ്ങനത്തെ വ്യത്യസ്തതകൾക്കിടയിലൂടെയുള്ള ഒരു യാത്രയാണെങ്കിലും അതുപോലെ ഭക്ഷണമൊക്കെ വളരെ വെറൈറ്റി ആണല്ലോ. നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ പറ്റാത്തത് രൂപത്തിലുള്ള പലതും ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണവും കാലാവസ്ഥയും, പല നാട്ടിലെയും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണമായിരിക്കും അവിടെ ഉണ്ടാവുക. ഇപ്പോൾ കാശ്മീരിൽ തന്നെ ഒരു നംകീൻ ചായ ഉണ്ട്. നംകീൻ എന്ന് പറഞ്ഞാൽ ഉപ്പിട്ട ചായ. അതിൻ്റെ ചായ നമ്മുടെ മാതിരിയുള്ള തേയിലയല്ല, വേറൊരു ടൈപ്പ് സാധനമാണ്. അതുപോലെ അവിടുത്തെ മക്കി എന്ന് പറയുന്ന ചോളം, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള റൊട്ടി. ശരിക്കും അവിടുത്തെ മൈനസിൽ, ആ ഒരു കാലാവസ്ഥയിൽ അവിടുത്തെ ആളുകൾക്ക് അവരുടെ ബോഡിക്ക് ഏറ്റവും ഫിറ്റായ ഒരു കോമ്പിനേഷനാണ് ഈ മക്കി റൊട്ടിയും ഈ നംകീൻ ചായയും. അത് ആ നാട്ടുകാർക്ക് സ്യൂട്ടബിളായിട്ട് പടച്ചവൻ വെച്ചിട്ടുള്ളൊരു സംഗതിയാണ്. അത് പക്ഷേ നമുക്ക് തുടക്കത്തിലൊക്കെ നമുക്കങ്ങോട്ട് നമ്മുടെ ശരീരത്തിന് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമുണ്ടാവും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കുറേ വെല്ലുവിളികളുമുണ്ട്. അപ്പോൾ ഇതേ ഞാനീ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ ബംഗാളിലും ബീഹാറിലും മണിപ്പൂരിലും അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് രാജസ്ഥാൻ്റെ ഏരിയകളിലും ഒക്കെ പോകുമ്പോൾ അവിടങ്ങളിലുള്ള ആ കാലാവസ്ഥാ വ്യതിയാനത്തിനും അവിടുത്തെ പ്രകൃതിക്കും ഒക്കെ ഒത്ത രൂപത്തിലുള്ള പല വിഭവങ്ങളും അവിടെയുണ്ട്. എല്ലാം നമുക്ക് എപ്പോഴും അങ്ങോട്ട് നമ്മുടെ ബോഡിക്ക് ചിലപ്പം പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള കുറേ വെല്ലുവിളികൾ ഒരു നാഷണൽ ലെവലിലായിട്ട് എല്ലായിടത്തും വ്യാപിക്കുന്ന ഒരു പ്രവർത്തനം നമ്മൾ നടത്തുമ്പോൾ ഇത്തരം കുറേ വെല്ലുവിളികൾ നമുക്ക് മുന്നിലുണ്ടാകും. അതും അൽഹംദുലില്ലാ ഒരു വിധം പടച്ചവൻ്റെ ഒരു കൃപ കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റായി പോകുന്നുണ്ട്. കാശ്മീരിൽ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഫൗണ്ടേഷന് കീഴിൽ, ഇന്ത്യ ഫൗണ്ടേഷന് കീഴിൽ ഇവിടേക്കുള്ള സ്റ്റാഫുമാർ, ഉസ്താദിൻ്റെ സ്റ്റാഫുമാർ ഞാൻ കേട്ടിട്ടുണ്ട്, സ്റ്റാഫുമാർ ഇക്കാന്നാണ് വിളിക്കാറുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. സ്റ്റാഫുമാരുടെ ഒരു പ്രിയപ്പെട്ട ഇക്കയാണ്. ആ ഒരു വിളിയിൽ തന്നെ നമുക്കറിയാൻ പറ്റും സ്റ്റാഫുമാരായിട്ടുള്ള കണക്ഷൻ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. എന്താണ് അതിൻ്റെ പിന്നിലുള്ളൊരു രഹസ്യം? അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു മിഷനിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ 8 സംസ്ഥാനങ്ങളിലായിട്ട് 53 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതിൽ മലയാളികൾ മാത്രമായിട്ട് 200-ലധികം ആളുകളുണ്ട്. അപ്പോൾ ഇതൊരു ഒരു ജോബ് എന്ന ചിന്തയിലല്ല ഇവരാരും സേവനം ചെയ്യുന്നത്. അങ്ങനെ ആയാൽ ഈ സേവനമൊന്നും നടക്കുകയില്ല. കിട്ടുന്ന ശമ്പളം, അതിനനുസരിച്ചൊരു ജോലി എന്നുള്ള ഒരു ചിന്തയിലൂടെ പ്രവർത്തിക്കാൻ ഞാനീ പറഞ്ഞ വെല്ലുവിളികളൊക്കെ ഉള്ള നാടുകളിലൊന്നും നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും എൻ്റെ പിന്നാലെ ഏറ്റവും ടോപ്പ് സീനിയേഴ്സായിട്ടുള്ള ആളുകളാണെങ്കിലും ഒക്കെ ഇതിനെ ഒരു സാമൂഹിക സേവനം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ പൗരന്മാരെ മികച്ചവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വളണ്ടിയർ സേവനം എന്നുള്ളൊരു കൺസെപ്റ്റാണ് പ്രധാനമായിട്ടും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സർവീസ് ചെയ്യുന്ന മെമ്പേഴ്സ് പരസ്പരമുള്ള ബന്ധം, ഹൈറാർക്കിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അത് ആവശ്യമായ രൂപത്തിലുള്ള പൊസിഷൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അതൊക്കെ അതിൻ്റെ വഴിക്ക് മാത്രമാണ്. അതിനപ്പുറം ഒരു ഫാമിലി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു ബന്ധവും അതിലിപ്പോൾ സത്യത്തിൽ എൻ്റെ തൊട്ട് താഴെയുള്ള ആൾ മുതൽ ഇങ്ങോട്ടേക്ക് പുതിയ ആളുകൾ വരെ നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ ആണ് എന്നെ അഭിസംബോധന ചെയ്യാറുള്ളത്. അതിലെന്തോ ഞങ്ങൾ തമ്മിലുള്ളൊരു ഫീലിങ്, ഒരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ആനന്ദം, ഒരു മനസ്സറിഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അവർക്കും കിട്ടുന്നുണ്ട്. അത് ഈ വിജയത്തിൻ്റെ, ഈ ഒരു മുന്നേറ്റത്തിൻ്റെ വലിയൊരു ഘടകമാണ്, ഒരു കാരണമാണ്. കാശ്മീർ വിദ്യാർത്ഥികൾ അവിടെ നമ്മുടെ നാട്ടിൽ വന്ന് പഠിക്കുന്നുണ്ട്. എസ് ഇന്ത്യൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പം മോങ്ങത്ത് എസ് ഇന്ത്യൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ ഉസ്താദ് ആ സ്ഥാപനം സെറ്റ് ചെയ്തത് തന്നെ നമുക്കവിടെ കാണുമ്പോൾ ഒരു കാശ്മീരി ടച്ച് ആ ഒരു സ്ഥാപനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണ് ശരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്? കാരണം നമ്മളവിടെ വരുമ്പം കാശ്മീരി വിദ്യാർത്ഥികൾ അവർ കളിക്കുന്നു, അവിടെ ഭക്ഷണം അവരുടേതായിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു, അവർക്ക് വേണ്ട ദാല്, ബീൻസ് കാര്യങ്ങളൊക്കെയാണ് ഭക്ഷണമായിട്ട് അവരുടെ ക്യാൻറ്റീനും മറ്റു കാര്യങ്ങളും ഉസ്താദ് സെറ്റ് ചെയ്തിട്ടുള്ളതൊരു കാശ്മീർ മോഡലിലാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് ആ ഒരു സെറ്റിങ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, കാശ്മീർ സ്ട്രക്ചർ ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു
നമ്മൾ അവിടുന്ന് കാശ്മീരിൽ നിന്ന് മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളിലെയും നമ്മുടെ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടവേളകളിൽ താമസിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാറുള്ളത് അവിടങ്ങളിലൊക്കെ അവരുടെ ഒരു ജീവിത രീതിയും അവരുടെ കൾച്ചറും ഒക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഒരുക്കി കൊടുത്തിട്ട് കുറച്ചും കൂടി ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്രീമിയം ലെവലുള്ള അറ്റ്മോസ്ഫിയറും ഇടയ്ക്ക്, അപ്പോൾ അതിലൂടെയൊക്കെ അവരുടെ ഒരു കൺസെപ്റ്റ് വളരെ വ്യത്യാസം വരും. അവർക്കൊരു ഭയങ്കര അവരെ തന്നെ അവർ കുറച്ചുകൂടി ഒന്ന് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യണമെന്നുള്ള ഒരു ബോധം അവരുടെ ഇടയിൽ ഉണ്ടാക്കാനൊക്കെ അവരുടെ അറ്റ്മോസ്ഫിയർ ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീർ മോഡൽ എന്നത് ഞാൻ ആ നാട് യഥാർത്ഥത്തിലൊരു പ്രകൃതി രമണീയമായ ഒരു ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ ആ കുന്നിനെയും മലകളെയൊക്കെ കാശ്മീർ കുറേ പോയി കണ്ടും കേട്ടും അവിടുത്തെ ആ സൗന്ദര്യമൊക്കെ കണ്ടും വന്നതുകൊണ്ടാണോ എന്നറിയില്ല, അതിൻ്റെ ലാൻഡ്സ്കേപ്പിങ് എങ്ങനെയോ അങ്ങ് ഒത്തു വന്നതാണ്. അനുയോജ്യമായൊരു ഇടം കൂടി ആയപ്പോൾ നമ്മൾ കുറേയൊക്കെ അങ്ങനെ മനോഹരമായി. പിന്നെ അവിടെ ഈ വിദ്യാർത്ഥികളും കൂടി അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു ആംബിയൻസ് അവിടെ രൂപപ്പെട്ടു. കാശ്മീരിൻ്റെ ഭംഗിയെ പറ്റി, പ്രകൃതി ഭംഗിയെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് പെഹൽഗാമിനെ പറ്റിയിട്ടാണ്. തീർച്ചയായിട്ടും പെഹൽഗാമിനെ പറ്റിയിട്ട്. പഹൽഗാം ആ പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് അനന്ത്നാഗ് ജില്ലയിലെ ഏറ്റവും മനോഹരമായൊരു പ്രദേശമാണ്. മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ. ഈ കാശ്മീർ, ടോട്ടൽ കാശ്മീരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇടയ്ക്കെങ്കിലുമൊക്കെ നടക്കുന്ന ഏരിയകൾ ഒരു 2-3 ഏരിയകൾ മാത്രമാണ്. അതിൽ ഈ അനന്ത്നാഗിലെ ഈ പഹൽഗാം ഏരിയയൊന്നും മുൻപ് അങ്ങനൊരു സാന്നിധ്യം അറിയപ്പെട്ട ഒരു സ്ഥലമേ അല്ല. ടൂറിസ്റ്റുകൾ നന്നായി വരികയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നാട്. അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾ വളരെ സാധുക്കളാണ്, വളരെ സ്വഭാവം കൊണ്ടും എല്ലാം അവർ വളരെ ആകർഷണീയരായ ഒരു ജനതയാണ്. ഇപ്പോൾ തന്നെ ആ സംഭവം ഉണ്ടായതിന് ശേഷം അവിടെ നിന്ന് വന്ന പലരും അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടല്ലോ അവിടെ ഈ ഭീകരവാദികൾ വെടിവെക്കുമ്പോഴും സ്വന്തം ജീവൻ പണയപ്പെടുത്തി അതിഥികളായ തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കാൻ പരിശ്രമിച്ച ആ സഹോദരനടക്കം അതിനുശേഷം ഈ സംഭവം ഉണ്ടായതിന് ശേഷം വളരെ ഹൃദയം പൊട്ടിക്കരയുന്ന പഹൽഗാമികളെ നമ്മൾ കണ്ടു. ഈ ബാക്കിയായ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി എന്തും സമർപ്പിച്ച് അവരെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്ന പഹൽഗാമികളെ കണ്ടു. അതാണ് ശരിക്കും പഹൽഗാമിൻ്റെ സത്ത. അതാണ് അവർക്ക് നല്ല സ്നേഹം നൽകാൻ പറ്റുന്ന ആളുകളാണ്. ജീവിതം വളരെ പ്രയാസകരമാണ്. കാരണം കൊടും തണുപ്പ് വരുന്നൊരു പ്രദേശമാണത്. മൈനസിലാണ് പലപ്പോഴും. വിൻ്റർ സീസണിൽ പകൽ തന്നെ മൈനസാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആളുകൾക്ക് ജീവിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട്. ജീവിക്കാൻ മീൻസ് വസ്ത്രങ്ങൾ ഒരു 4-5 തരം വസ്ത്രങ്ങൾ അണിഞ്ഞെങ്കിൽ മാത്രമേ അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് ഓരോരുത്തർക്കും വേണം. ഒരു വീട്ടിൽ 5 ആളുകളാണെങ്കിൽ 5 പേർക്കും അത്തരം വസ്ത്രങ്ങൾ വാങ്ങണം. പിന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് -14, -15, -20 വരെ പോകുന്ന സമയങ്ങളുണ്ടാകാറുണ്ട്. ആ സമയത്തൊക്കെ പുതയ്ക്കാൻ റസായി, കമ്പൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിലുള്ള സാധനങ്ങൾ അതിങ്ങനെ മുകളിൽ വീണ്ടും വീണ്ടും പുതച്ചെങ്കിൽ ഇതൊക്കെ ശരിക്കും സാമ്പത്തിക ചെലവ് വരുന്ന സംഗതികളാണല്ലോ. പിന്നെ ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ വെള്ളം ചൂടായി കിട്ടണമെങ്കിൽ എത്ര ഫ്യൂവൽ അതിനാവശ്യമുണ്ട്. അതിന് ഗ്യാസാണെങ്കിലും വേറെന്തെങ്കിലും ആണെങ്കിലും ഇതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു വിഷമ അവസ്ഥയാണ്. അതിൻ്റെ ഇടയിലൂടെ അവരെങ്ങനെയെങ്കിലും ജീവിക്കുക എന്നതല്ലാതെ ഇത്തരം ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ ഒരു ഭീകരവാദമോ അങ്ങനത്തെ ഒരു ചിന്തയോ ഒന്നും അവിടുത്തെ ആ നാട്ടുകാരായ ആളുകൾക്കൊന്നും ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു നാടാണ് പഹൽഗാം. പഹൽഗാമിൽ പെട്ടെന്ന് ഇങ്ങനെയൊന്ന് സംഭവിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഒരു വലിയൊരു ഞെട്ടലായിരുന്നു. അത് പഹൽഗാമികളെ അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് തന്നെ ദീർഘമായിട്ട് പറയാനുണ്ടാവും. പഹൽഗാമികളെ പറ്റി പറയുന്ന പോലെ തന്നെ ഈ കാശ്മീരി ജനതയുടെ ഒരു ദേശീയ ബോധം എങ്ങനെയായിരിക്കും? അവരെ എങ്ങനെയാണ് കാശ്മീരി ജനതയെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? കാശ്മീരി ജനതയെ ഞാൻ 2005 മുതൽ 5-ലാണ് അവിടെ പോയ സ്ഥാപനം തുടങ്ങാനൊക്കെ തീരുമാനിച്ചതെങ്കിലും ആദ്യ സ്ഥാപനം ആരംഭിക്കുന്നത് 2007-ലാണ് ഏറ്റെടുത്തിട്ട് തുടങ്ങുന്നത്. 2007 മുതൽ ഇങ്ങോട്ടാണ് സ്ഥിരമായിട്ട് ഞാൻ അവരുമായി കൂടുതൽ ഇടപഴകുന്നത്. പക്ഷേ
അവരുടെ ആ ഒരു ദേശീയ ബോധം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പഹൽഗാമിലെ സാധാരണക്കാരെ കുറിച്ച് പറഞ്ഞ പോലെ അവർക്ക് സത്യത്തിൽ ഒന്നും അറിയില്ല. ഇത് അവർ സമയമില്ലാത്തതുകൊണ്ടും അവർക്ക് വിവരവും ബോധവും ഒന്നും കുറവാണ് പലർക്കും. അങ്ങനെ തന്നെയാണ് ഈ ഗ്രാമങ്ങളിലെയൊക്കെ ജനതയ്ക്കും. അവർക്ക് സത്യം പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ദേശീയത അതൊന്നും അവർക്കറിയില്ല. അവർ ആ ദൈനംദിന ജീവിതം അങ്ങനെ ജീവിച്ചു പോകുക എന്നുള്ളത് മാത്രമേ. ബഹുഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇന്ത്യ വിരുദ്ധതയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോട് സപ്പോർട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ആളുകളെ രാഷ്ട്രീയമായിട്ട് കളിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ക്രിക്കറ്റ് മാച്ചൊക്കെ വരുന്ന സമയത്ത് രണ്ട് ചേരികളായിട്ട് പാകിസ്ഥാൻ്റെ ആളുകളായിട്ടും മറ്റൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ചില പെരുമാറ്റങ്ങളൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അത് കളിയിൽ അവസാനിക്കുന്നതുമാണ്. അതിനപ്പുറം അതൊരു അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ ആ ഇന്ത്യയോട് എന്തെങ്കിലും ഒരു വിരോധം ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല. പലപ്പോഴും ഈ കളിയിൽ ചെറുപ്പം മുതലേ അവർ ഒരു ആരാധ്യന്മാരുണ്ടാവുമല്ലോ. ഇപ്പം മറ്റ് കളികളിലൊക്കെ ഇന്ത്യക്കാരല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ. ആ ഒരു കൺസെപ്റ്റേ അതിലുള്ളൂ. രാഷ്ട്രീയപരമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും ഞാൻ അവിടെ എൻ്റെ അനുഭവത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല. പിന്നെ ഒറ്റപ്പെട്ട രൂപത്തിലൊക്കെ ചിലപ്പോൾ ഒരു ഇന്ത്യ വിരുദ്ധത സംസാരിക്കുന്നവരെ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. പക്ഷെ അത് നമ്മൾ ശരിക്കും അവരോട് ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ അവർ ശരിക്കും അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. തെറ്റിദ്ധാരണകൾ കൊണ്ട് ഇന്ത്യ എന്നതൊരു കാശ്മീർ വിരുദ്ധമാണ്, ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ കാശ്മീരികളെ ദ്രോഹിക്കുന്ന ഒരു രീതിയാണ് എന്നോ അല്ലെങ്കിൽ മതം വെച്ചുകൊണ്ട് മുസ്ലിംകൾക്ക് വിരുദ്ധമാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിച്ചു പോകുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഈ കാശ്മീരിന് പുറത്തേക്കുള്ള ഒരു വിവരവും ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ കേരളത്തിലെ മുസ്ലിമീങ്ങളായിട്ട് അവിടെ പോയിട്ട് നല്ല മുസ്ലിങ്ങളായി ജീവിക്കുകയും ഇന്ത്യ ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ഈ തെറ്റിദ്ധരിച്ചു പോയ ആളുകളൊക്കെ പലപ്പോഴും അത്ഭുതത്തോടു കൂടി ഇന്ത്യയുടെ ഇങ്ങേയറ്റമായ കേരളത്തിൽ മുസ്ലിമീങ്ങൾ ഇത്ര ഉഷാറിൽ ജീവിക്കുന്നുണ്ടോ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ട് ആ ചെറിയ ശതമാനം ആളുകൾക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവർ മൊത്തത്തിൽ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളൊക്കെ ആകെ പ്രയാസത്തിലാണ്, കഷ്ടപ്പാടിലാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ആ നിലയ്ക്ക് ഇന്ത്യ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെയുള്ളൊരു വികാരം ഉണ്ടായിട്ടുള്ള ഒരു വിരുദ്ധത ചിലപ്പോഴൊക്കെ ചിലർ പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് തിരുത്തി കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഇത്ര സ്വതന്ത്രമായി അവിടെ ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു, വർക്ക് ചെയ്യുന്നു, ഒരു വേള കശ്മീരി മുസ്ലിംസ് ആയിട്ടുള്ളവരെക്കാളും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്തും മറ്റുമൊക്കെ നമുക്ക് പ്രവർത്തിക്കാനും മുന്നേറാനും സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ബോധ്യപ്പെട്ടിട്ട് തിരുത്തി ശരിയായി വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ മൊത്തത്തിൽ അവിടുത്തെ ജനങ്ങളിലൊരു ഇന്ത്യ വിരുദ്ധതയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വിഘടനവാദമോ ഒന്നും നമ്മൾ കാണാറില്ല, കണ്ടിട്ടുമില്ല. ചില വിഘടനവാദ സംഘടനകളുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന ടീമുകൾ തന്നെയാണ്. അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ വളരെ പരിമിതമായ ആളുകളിൽ ഒതുങ്ങുന്ന വിഘടനവാദ സംഘടനകളാണ്. അവരുടെ നേതാക്കൾ പലപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് അവരെ അറസ്റ്റ് ചെയ്യാറുണ്ട്, ഹൗസ് അറസ്റ്റ് ചെയ്യാറുണ്ട്. പല രീതിയിലും അവരെ ഗവൺമെൻറ് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. ഞാൻ പബ്ലിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വികാരം, ദേശീയമായൊരു വികാരം അവരുടെ ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ് ശരി. സ്ഥാപനത്തിൽ പലപ്പോഴും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ, റിപ്പബ്ലിക് ദിനാഘോഷങ്ങളൊക്കെ നടക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നതാണ്, വൈറലാവുന്നതാണ്. ഇത്തരം ആഘോഷങ്ങളൊക്കെ നടത്തുമ്പം ഇപ്പം കാശ്മീർ പോലെയുള്ളൊരു സ്ഥലത്ത് ഒരു സ്ഥാപനത്തിൽ ഇത്രയും ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ പൊതുവെ സ്വാഭാവികമായിട്ടും വിരുദ്ധവാദികളിൽ നിന്നിട്ട് എന്തെങ്കിലും ഭീഷണികളോ അല്ലെങ്കിൽ അത്തരം ആഘോഷങ്ങൾക്കെതിരെ എന്തെങ്കിലും സംസാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അത് ഇല്ല. അങ്ങനെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ആദ്യത്തിലൊക്കെ ഭയന്നിരുന്നൊരു കാര്യം കൂടിയാണ് അതൊക്കെ. പ്രത്യേകിച്ച് ഈ ബോർഡർ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലടക്കം നമ്മൾ സ്ഥാപനങ്ങൾ നടത്തുകയും ഓരോ വർഷവും വരുന്നതാണല്ലോ സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും ഒക്കെ. അത് നമ്മൾക്ക് നമ്മുടെ ഇപ്പം നമ്മൾ കുറച്ചുകൂടി വ്യവസ്ഥാപിതമായിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും ഒക്കെ ഏത് രൂപത്തിലാണ് നടത്തേണ്ടതെന്നുള്ള രൂപത്തിൽ സർക്കുലറുകളും പുതിയ പദ്ധതികളും ഒക്കെ നമ്മളിങ്ങനെ ഒന്നിച്ചയച്ചിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ അത്തരം പ്രദേശങ്ങളിലൊക്കെ ഇത് നടത്തുമ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗ് വേണ്ടിയിട്ട് കുട്ടികൾ അവരെ റാലി നടത്തിക്കുക,
അവരെ കൊണ്ട് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നാട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്ന് എന്തെങ്കിലും അത്തരത്തിലുള്ള ഭീഷണി ഉണ്ടായിപ്പോകുമോ എന്നൊരു ഭയം അന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മളിത് ഭയന്ന് നിൽക്കേണ്ട കാര്യമല്ലല്ലോ. ഇന്ത്യയുടെ ഭൂമിയാണെങ്കിൽ, ഇന്ത്യയുടെ പൗരന്മാരാണ് ആ മക്കളെങ്കിൽ അവരെ ആ ദേശീയത പഠിപ്പിക്കണം. അവരെ ഇന്ത്യയോടും ഇന്ത്യയുടെ ആധികാരിക സംഗതികളോടും അവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാക്കണം. ഇത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ പിന്നെ അതിനെ ഭയന്ന് നിന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണട്ടെ, സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സംഭവിക്കും. നമ്മളുടെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ നമ്മൾ തുടക്ക സമയം മുതലേ ഇത്തരം നമ്മുടെ ദേശീയ ആഘോഷങ്ങളെ ഒന്നും നമ്മൾ മാറ്റിവെച്ചിട്ടില്ല. എല്ലാം കൃത്യമായി നടത്തും. പക്ഷെ അതിലൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടും നല്ല പങ്കാളിത്തവുമാണ് നമ്മൾ അന്ന് മുതലേ ഫീൽ ചെയ്തത്. അതിൽ നിന്നാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് ഇവരിൽ അടിസ്ഥാനപരമായിട്ട് ജനങ്ങളിലൊരു ഇന്ത്യ വിരുദ്ധതയോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ ഒറ്റപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട സംഗതി തന്നെയാണ്. അങ്ങനെ ഇല്ലയെന്നൊന്നുമില്ല. കാരണം ഇന്ത്യ വിരുദ്ധരായി ചിന്തിക്കുന്ന മറ്റു മിലിറ്റൻസ് പോലെയുള്ള ആളുകളും അവിടെ ഉണ്ട്. അവരുടെ സാന്നിധ്യം എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. സ്വാഭാവികമായിട്ടും ആ നാട്ടിൽ ഇത്രയും ഒരു ഇന്ത്യൻ ദേശീയ സ്വഭാവം ഉയർത്തിക്കൊണ്ടുള്ള സ്ഥാപനങ്ങളും അതിൻ്റെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന സ്ഥാപനങ്ങളും ഒക്കെ വരുമ്പോൾ അവർക്കത് അത്ര തൃപ്തികരമായിക്കൊള്ളുന്നില്ല. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാമെന്ന് തന്നെ പ്രതീക്ഷിച്ചിട്ടും കൂടിയാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ എന്തോ ഇന്ന് വരെയും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടായിട്ടില്ല. അതും ഈ പറഞ്ഞതുപോലെ രക്ഷിതാവിൻ്റെ ഒരു കാവൽ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലെ കാശ്മീരിലെ സാഹചര്യം നമ്മൾ കാണുന്നതാണ്, വായിക്കുന്നതൊക്കെയാണ്. അപ്പം അത് കാശ്മീരിലെ വിദ്യാഭ്യാസ മേഖലയെ ബാധിച്ചിട്ടുണ്ടോ? കാശ്മീരിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 2001 ഞാൻ ചെല്ലുമ്പോഴുള്ള അവസ്ഥ പറഞ്ഞിരുന്നല്ലോ, വളരെ സങ്കീർണമായിരുന്നു. 2005, 2007 ആയപ്പോഴേക്ക് ഞാൻ സ്ഥാപനം തുടങ്ങുന്ന സമയത്തൊക്കെ 2001 കണ്ട ആ ഒരു കാഴ്ചയൊന്നുമല്ല. കുറേയും കൂടി കാര്യങ്ങൾ നോർമലായി. ഒറ്റപ്പെട്ട രൂപത്തിലുള്ള അവിടെ എവിടെയും ഒച്ച ബഹളമൊക്കെ കേൾക്കലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം കുറച്ച് ഇങ്ങോട്ടായിട്ട് അതിങ്ങനെ കുറഞ്ഞു വന്നു. ഇപ്പോൾ അടുത്ത സമയത്തായിട്ടൊക്കെ തീരെ അങ്ങനത്തെ പ്രതിസന്ധിയൊന്നും ഇല്ലാതെ വിദ്യാർത്ഥികളൊക്കെ മാക്സിമം ടൈം പഠനത്തിലും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വളരെ സന്തോഷകരമായൊരു അന്തരീക്ഷമായിരുന്നു നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് സൃഷ്ടിക്കാനും പറ്റി. പല മേഖലകളിലും അവർ കഴിവ് തെളിയിച്ച് മുന്നേറുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന ഒരുപാട് മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ ഉപരിപഠനം നടത്തുന്നുണ്ട്. പക്ഷെ ആ ഒരു കുറച്ച് കാലമായിട്ട് കണ്ടിരുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ ഈ ഒരു പ്രശ്നം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ സ്കൂളുകളൊക്കെ അവധിയാണ്. ഇനി ഇത് എന്താണ്, എങ്ങോട്ടേക്കാണ് പോകുക ഒരു അനിശ്ചിതത്വം മുന്നിലുണ്ട്. എങ്കിൽ പോലും പ്രതീക്ഷ വേഗം നന്നാവുമെന്ന് തന്നെയാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വിദ്യാഭ്യാസത്തെ ബാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം മക്കൾ അപ്രതീക്ഷിതമായിട്ട് ഇതൊക്കെ കാണുന്നു. ആകെ മാനസികമായിട്ട് അവർക്ക് അതിൻ്റേതായ ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പഠനത്തിൽ വേണ്ടത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ, സ്വാഭാവികമാണല്ലോ. ആ ഒരു പ്രയാസം നമ്മൾ കാണുന്നുണ്ട്, മുൻകൂട്ടി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കാശ്മീരിൽ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ ഫലസ്തീനിലുള്ള യുദ്ധം ഇവിടെ ദൂരെ ഇരുന്ന് പറയാൻ നല്ല രസമാണ് എന്നുള്ളത് പലരും ഈ അടുത്തൊക്കെ ആയിട്ട് ഫേസ്ബുക്കിലൊക്കെ എഴുതി. അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും അത്തരം ഒരു ഭീകരത എത്രത്തോളമാണ്, ഇതിൻ്റെ ഭീകരത ഉണ്ട് നമുക്കറിയാം, എന്നാലും എത്രത്തോളമാണ് ഇത്തരം രംഗങ്ങളുടെ ഒരു ഭീകരത എന്ന ഉസ്താദ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തിലെ കുറേയേറെ മാധ്യമങ്ങളുടെയും റിപ്പോർട്ടിങ് വേണ്ടത്ര ശരിയല്ല എന്നതാണ് സത്യം. അവരെന്തോ മാധ്യമങ്ങൾ ആ രംഗവും ഇപ്പോൾ ഒരു കോമ്പറ്റീഷനായല്ലോ. ചാനലുകൾക്ക് റേറ്റിംഗ് കൂടണം, ചാനലുകൾക്ക് റേറ്റിംഗ് കൂടിയാലേ അവർക്ക് പരസ്യങ്ങൾ കിട്ടുള്ളൂ. കൂടുതൽ റേറ്റിംഗ് ഉള്ളവർക്ക് നോക്കിയിട്ടാണ് വലിയ കമ്പനികളൊക്കെ പരസ്യം കൊടുക്കുക. അപ്പോൾ റേറ്റിംഗ് കൂടുക, പരസ്യങ്ങൾ കൂടുതൽ കിട്ടുക, വരുമാനം വരിക, എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതൊരു ബിസിനസ്സാണ് അവരുടെ. ആ നിലയ്ക്ക് റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശൈലി ഇതിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ ചിലപ്പോഴൊക്കെ ചില വീഡിയോസൊക്കെ കണ്ടിട്ട് അവർ പറയുന്ന ആ പ്രദേശത്തെക്കുറിച്ച് ഞാൻ അന്നേരം തന്നെ അങ്ങോട്ടേക്ക് ഫോൺ ചെയ്യും. എല്ലാ സ്ഥലത്തും നമുക്ക് ബന്ധങ്ങളുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും ഒരു പ്രതിഫലനമൊന്നും അവിടെ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷേ യുദ്ധത്തിൻ്റെ ഭീതി എന്നത്
സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അത് ചെറിയ ഷെല്ലിങ് ആണെങ്കിലും ആ നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഭീതി തന്നെയാണല്ലോ. ഇപ്പം നമ്മുടെ ആളുകൾ മലയാളികളായിട്ടുള്ളവരൊക്കെ അവിടെ ഉണ്ട്. അവർ ഇത് തുടങ്ങുന്ന സമയത്ത് സേഫായ സ്ഥലങ്ങളിലേക്ക്, ബോർഡർ ഏരിയകളിൽ നിന്ന് നമ്മുടെ ബോർഡർ അല്ലാത്ത ഏരിയകളിലെ സ്ഥാപനങ്ങളിലേക്ക് അവർ ഷിഫ്റ്റായി. അതിനുശേഷം ഇപ്പോൾ സ്കൂളുകൾ ഇനി കുറച്ച് കഴിയും തുറക്കാൻ എന്ന് വന്നപ്പോൾ സ്റ്റാഫൊക്കെ നാട്ടിലേക്ക്, ചിലരൊക്കെ നാട്ടിലെത്തി, ചിലർ ഓൺ ദ വേയിലാണ്, ഇങ്ങോട്ട് പോരുന്നുണ്ട്. അപ്പം നമുക്ക് മടങ്ങാനൊരു ഇടമുണ്ട് എന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും ചില സ്റ്റാഫുകളൊക്കെ സംസാരിക്കുമ്പോൾ സത്യത്തിൽ കരഞ്ഞുപോയി. അവർ പോരുകയാണ് എന്തോ ഒരു പ്രതിസന്ധി കേട്ടിട്ട്. പക്ഷേ അവർ ഇന്നലെ വരെയും കഴിഞ്ഞ ദിവസം വരെയും അവരുടെ മുന്നിലിരുത്തി പഠിപ്പിച്ച ആ ചെറിയ മുഖങ്ങൾ ഓർമ്മ വരുമ്പോൾ അവർക്ക് എങ്ങോട്ടും പോകാനില്ല. അവരുടെ നാടതാണ്, അവരുടെ ജീവിതം അവിടെയാണ്, അവരെങ്ങോട്ടാണ് പോവുക? അപ്പോൾ അവിടെ മരിച്ചാൽ അവിടെ മരിക്കും എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ആ ചെറിയ മക്കളൊക്കെ അവരെങ്ങനെയായിരിക്കും. ഇപ്പോൾ എനിക്ക് തന്നെ അത് ആലോചിക്കുമ്പോൾ വിഷമം തോന്നും. കാരണം നമ്മളെന്നും പല പ്രതീക്ഷയോടുകൂടി നമ്മുടെ മുന്നിൽ വന്നിട്ട് പഠിച്ച് വളരണം, നമ്മളവർക്ക് കൊടുത്ത വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് ഉയരണമെന്നൊക്കെ ആഗ്രഹിച്ച് എല്ലാ ദിവസവും വലിയ മലകളൊക്കെ ഇറങ്ങി വന്ന് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് പ്രയാസപ്പെട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആ മക്കളൊക്കെ പഠനം നിന്നു എന്ന് മാത്രമല്ല, ജീവിതം തന്നെ ഇങ്ങനെ ഒരു മുൾമുനയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ആ ഒരു ഫീലിങ്സ്, ആ മക്കളെ നമ്മളിങ്ങനെ മനസ്സിലാലോചിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ ഭയങ്കര ഒരു വിഷമമാണ്. അതുപോലെ സാധുക്കളായ, നേരത്തെ പറഞ്ഞ പോലെ ദൈനംദിനം ജീവിതം ഇങ്ങനെ ഒപ്പിച്ചു പോകുന്ന ആ ജനങ്ങൾ, അവർക്ക് ഇതൊന്നും അറിയില്ല. അതിൻ്റെ പിന്നിലെ എന്താണ് ഇതിൻ്റെ പിന്നിലെന്നൊന്നും അവർക്കറിയില്ല. അവർ ആ നാട്ടിൽ ജനിച്ചു, അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കൊക്കെ സത്യത്തിൽ ഈ ഷെല്ലുകളും അതിൻ്റെ സൗണ്ടും അതിൻ്റെ ഭീകരതയും ഒക്കെ അവരനുഭവിക്കുന്നത് വേറൊരു രൂപത്തിൽ തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. യുദ്ധം എന്നതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് യുദ്ധത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചും ആനന്ദിച്ചും ഒക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ നമ്മളാരും കരുതണ്ട നമ്മൾ കേരളത്തിലാണ്, ഒരുപാട് ദൂരത്താണ്, സേഫാണെന്നൊന്നും. ഇന്നത്തെ മോഡേൺ ടെക്നോളജി അനുസരിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ള ആയുധ സംവിധാനങ്ങളൊക്കെ എത്രയോ കിലോമീറ്ററുകൾ കവർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ആണവ ശേഷിയുള്ള രാഷ്ട്രമാണ്. ഇന്ത്യയും അങ്ങനെ തന്നെയാണ്. ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടായേക്കാം, എത്രയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. എങ്കിൽ പോലും നമ്മളാരും സുരക്ഷിതരല്ല. ഒരു യുദ്ധം വരികയും അത് കൊടുമ്പിരി കൊള്ളുകയും ചെയ്തു പോയാൽ അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ച് നമുക്കറിയാമല്ലോ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു നല്ല അഡ്മിനിസ്ട്രേഷൻ അവിടെ സ്റ്റേബിളായിട്ട് നമ്മൾ കാണുന്നേയില്ല. ഞാനൊക്കെ പാകിസ്ഥാനെ നിരീക്ഷിക്കാൻ തുടങ്ങുന്ന സമയം മുതലേ അട്ടിമറിയും പട്ടാള ഭരണവും ഇതിങ്ങനെ തുടർന്ന് വരുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിനൊരു നല്ല നേതൃത്വം ഉണ്ടെന്ന് നമുക്ക് പറയാൻ വയ്യ. വികാരങ്ങൾ ഒരു വേള അവരെ അതിജയിച്ച് പോയാൽ എന്ത് അവിവേകവും അവർ കാണിച്ചേക്കാമല്ലോ. അതങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ആ രൂപത്തിലുള്ളതൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ ഇന്ത്യയിൽ എവിടെയും ആരും സേഫാണെന്നൊന്നും കരുതണ്ട. ഈ യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ അതൊക്കെ കരുതുന്നതല്ല, കരുതണം. ഡയറക്റ്റ് അറ്റാക്ക് അതിന് പോലും സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്, നമ്മളെ ബാധിക്കാൻ. ഇനി ഡയറക്റ്റ് നമ്മളെ ബാധിച്ചില്ലെങ്കിൽ പോലും ഇന്ത്യ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇടപെടുക, ഇന്ത്യ എന്നല്ല ലോകത്തെ ഏത് രാജ്യമാണെങ്കിലും ഒരു വലിയ യുദ്ധത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ എക്കോണമി താഴോട്ട് പോകും, ജനങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാകും, വിലക്കയറ്റം ഉണ്ടാകും. അങ്ങനെ തുടങ്ങി നമുക്ക് ഡയറക്റ്റ്ലി ഇല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ്ലി നമ്മുടെ ഭാവി ജീവിതത്തെ നന്നായിട്ട് ബാധിക്കും, നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ യുദ്ധം ആരും ആഗ്രഹിക്കരുത്. യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ എന്നാണ് ഞാനും പറയുന്നത്. നമ്മുടെ രാജ്യത്തോടൊപ്പം നമ്മളുണ്ട്, ഭരണാധികാരികളുടെ ഒപ്പം ഉണ്ട്. പക്ഷേ നമ്മുടെ ഭരണാധികാരികളും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പഹൽഗാമിൽ സംഭവിച്ച ആ ഒരു വേണ്ടാത്തരത്തിനുള്ള ഒരു പ്രതികരണം എന്നത് മാത്രമേ ഇന്ത്യ ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് പോകരുത്, അങ്ങനെ ആരും ആഗ്രഹിക്കരുത്. ചിലരൊക്കെ മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പാകിസ്ഥാനിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് എന്നതുകൊണ്ട് യുദ്ധം നടക്കണം, അവർ തീരണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ യുദ്ധമായി കഴിഞ്ഞാൽ അതിന് മതമൊന്നുമില്ലല്ലോ. മിസൈലുകൾക്ക് എന്ത് മതം? അവിടെയും ഹിന്ദുക്കളുണ്ട്, ന്യൂനപക്ഷമാണെങ്കിൽ പോലും നിരപരാധികളായ ആളുകൾ അവിടെയുണ്ട്.
ഇവിടെയും എല്ലാ മതത്തിലും പെട്ട ആളുകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രഹരം വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കും. ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ യുദ്ധമില്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കശ്മീരിനെ പറ്റി. കശ്മീരിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കശ്മീരി ടൂറിസം, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ ഭൂമിയിലൊരു പറുദീസ എന്ന് പറയുന്നത് ഉസ്താദ് സൂചിപ്പിച്ചു, ഭൂമിയിലെ ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ കശ്മീരിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ ഉസ്താദ് വരാൻ ആഗ്രഹിക്കുന്നവരോട് എങ്ങനെയാണ് ഉസ്താദ് ക്ഷണിക്കുക? ചിലപ്പോൾ കശ്മീരിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറയുന്നത്. കശ്മീരിലെ ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് സാഹചര്യത്തിൽ ഒരു യാത്രയ്ക്ക് അനുകൂലമായ അന്തരീക്ഷമല്ല. എങ്കിൽ പോലും ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ശാന്തമായി വരും എന്നാണ്. ഒരു ഇടക്കാലത്തുണ്ടായ ഒരു അസ്വാരസ്യം എന്നതിൽ കവിഞ്ഞ് അതിനപ്പുറത്തേക്ക് ഇത് പോവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളും ചിലരൊക്കെ എപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇതൊക്കെ മാറും, ഞാൻ പറഞ്ഞു എല്ലാവരോടും പോന്നു, ഏതായാലും സ്കൂൾ തുറക്കുമ്പോൾ തിരിച്ചു പോകാം. പക്ഷേ അവർക്കൊരു ധൈര്യമുണ്ട്, ഇത് മാറും, നമ്മൾ ആ ജനങ്ങളെ അവരെ സ്നേഹിച്ചു, ആ മക്കളെ നമ്മൾ തയ്യാറാക്കുന്നു, അവരോടൊപ്പം നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, വരുന്നവർ തന്നെയും പെട്ടെന്ന് മടങ്ങി പോകണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് വരുന്നത്. ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ ദൗത്യം അത് ഇടമുറിയാതെ തുടരണം എന്നുള്ള ഒരാഗ്രഹം എന്നതുപോലെ ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ അത് പെട്ടെന്ന് മാറും. നോർമലായിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, ആർക്കും വരാം. വന്നാൽ കാണുകയും ആസ്വദിക്കുകയും ചെയ്യാൻ പറ്റുന്ന ലോകത്തെ ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കാശ്മീർ. കാശ്മീരിനെ കണ്ടറിയാനുണ്ട്. അവിടുത്തെ ജനങ്ങളെ, അവരുടെ സ്വീകാര്യതയെ, അവരുടെ ആതിഥ്യത്തെ ഒക്കെ അനുഭവിച്ചറിയാനുണ്ട്. നമ്മളവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, അത് ഹിന്ദുസും മുസ്ലിംസും ഒക്കെ ഉണ്ട് കേട്ടോ. പല രൂപത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടങ്ങളിൽ വന്നിട്ട് നമ്മുടെ ഗ്രാമങ്ങളിലെ സ്ഥാപനങ്ങളിലൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നൊക്കെ പലരും വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈന്ദവ സുഹൃത്തുക്കൾ പോലും നമ്മുടെ കൂടെ വന്നിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ താമസിച്ചിട്ട് ആ ഒരു വില്ലേജ് വൈബ്, അത് ശരിക്കും ഒരു ടൂറിസം പാക്കേജിൽ പോയാലൊന്നും കിട്ടില്ല. അല്ലാതെ വന്നിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ സാധാരണ ലൈഫ് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇനിയും ആവാം. ഈ അന്തരീക്ഷം മാറട്ടെ. മഴദിന അപ്ഡേറ്റ്സിലെ പ്രേക്ഷകരായിട്ടുള്ളവരൊക്കെ ഇനിയും അങ്ങോട്ടേക്ക് വരട്ടെ, ക്ഷണിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഉസ്താദിനെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്വപ്നം കാണാൻ ഉള്ള ഒരു ജനതയെ പഠിപ്പിച്ച ആളാണ് ഉസ്താദ്. കാശ്മീരിലെ നിരവധി കുട്ടികളെ ഇന്ന് ലോകത്തിൻ്റെ പല ഏരിയയിൽ എത്തിച്ചതിന് ഉസ്താദിൻ്റെ സ്ഥാപനത്തിനുള്ള പങ്ക് വലുതാണ്. അപ്പം അത്തരം ഒരുപാട് ആളുകളെ, ഇനിയും ഒരുപാട് ആളുകളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ ഉസ്താദിൻ്റെ സ്റ്റാഫുമാർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ കാശ്മീരിൽ ഇനി സമാധാനം പൊട്ടിവിടരട്ടെ. മഞ്ഞ് വിടരുന്ന ഹിമാലയത്തിൻ്റെ സാനുക്കളിലോരങ്ങളിൽ ഉയർന്നെടുക്കുന്ന മഞ്ഞ് പെയ്യുന്ന കാശ്മീർ വീണ്ടും നമുക്ക് വസന്തം പോയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. കാശ്മീർ ഒരു ലോകത്തിൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായതിനോടൊപ്പം തന്നെ ലോകത്ത് നിന്ന് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു വളരെ മനോഹരമായ നാടാണ് അത്. അതിൻ്റെ മനോഹാരിതയോടുകൂടി തന്നെ ശാന്തമായി സമാധാനപരമായി ഇനിയും നമുക്ക് തുടരാൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് നമ്മൾ വിട പറയുകയാണ്. ഉസ്താദിനോട് വിട പറയുകയാണ്. ഒരുപാട് നേരം ഒരുപാട് കാര്യങ്ങൾ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കാശ്മീരിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയതും ഉസ്താദിൻ്റെ സംസാരത്തിലൂടെയാണ്. അപ്പം ഇനിയും ഉസ്താദിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ത്യയിൽ വളർച്ച ഉണ്ടാവട്ടെ, ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ വളരട്ടെ, അത് ഇന്ത്യയിലൂടെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. സന്തോഷം. ഈ ഒരവസരം നൽകിയതിന് വളരെയേറെ സന്തോഷം. നമ്മുടെ കാശ്മീരിനെ കുറിച്ചും നമ്മുടെ ഇന്ത്യ രാജ്യത്തെക്കുറിച്ചും പറയാനാണെങ്കിൽ സത്യത്തിൽ എത്രയോ മണിക്കൂറുകൾ പറയാൻ മാത്രമുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് മറ്റൊരിക്കൽ വീണ്ടും കാണാം. എല്ലാവർക്കും സന്തോഷം.